JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡന്റിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ 340 പേരും അതോടൊപ്പം തന്നെ ധീവര 5 പേരും 38 ഈഴവ 31 EWS 15 ലാറ്റിന് 32 മുസ്ലിംസ് 20 OBC 26 SC 5 ഷെഡ്യൂൾഡ് കൺവേർട്ട് ക്രിസ്ത്യാനിറ്റി 10 ST 5 SIUC 11 വിശ്വകർമ്മ ഹിന്ദു നാടാർ 5 ഡിഫറൻ്റ് ഏബിൾഡ് അത് 40 പേര്. ഇങ്ങനെ ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അഭിമുഖത്തിൻ്റെ സമയവും കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് അറിയിക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 60.75 കട്ട് ഓഫ് മാർക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 60.75 മാർക്ക് അതിൽ കൂടുതലോ ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആർക്കെങ്കിലും മാർക്കിനെ സംബന്ധിച്ച് സംശയമോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിവേദനങ്ങൾ സമർപ്പിക്കാം, പരാതി സമർപ്പിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോർട്ടിൻ്റെ സൈറ്റിൽ അവരുടെ കോൺടാക്റ്റ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ അനുസരിച്ച് അവിടെ വിളിച്ചാൽ അവർ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ അവർ വേണ്ട പരാതിയും കാര്യങ്ങളൊക്കെ തന്നെ നൽകുന്നതിന് നിങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിലും അവർക്ക് അവരുടെ ഫിസിക്കൽ ആൻഡ് ഫങ്ഷണാലിറ്റി സർട്ടിഫിക്കറ്റ് വിളിക്കുമ്പോൾ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പരാജയപ്പെട്ടാൽ അവരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രസ്തുത നമ്പർ ആരാണോ പരാജയപ്പെടുന്ന ആളെ നമ്പറിൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അഭിമുഖ സമയത്ത് തീയതിയും കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് അറിയിക്കുന്നതാണ്. ആ സമയത്ത് സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഹാജരാക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അല്ലാത്ത പക്ഷം സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഉദ്യോഗാർത്ഥികളെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രത്യേകമായിട്ട് അഭിമുഖ തീയതി സമയങ്ങളൊക്കെ തന്നെ പിന്നീട് വിശദമായിട്ട് സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായിട്ട് തന്നെ പ്രത്യേകമായിട്ട് തങ്ങളുടെ അഭിമുഖ തീയതി സമയമൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓരോ ദിവസവും ശ്രദ്ധിക്കുക. ഹൈക്കോടതിയുടെ സൈറ്റിൽ എല്ലാ വിശദവിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞ ലിസ്റ്റിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ആരൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആരൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് സൈറ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് 60.75 അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കൃത്യമായിട്ട് നോക്കി നിങ്ങളുടെ നമ്പറുകൾ ഉണ്ടോ എന്ന് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്റ് ലിസ്റ്റിലൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് നമ്പറുകളൊക്കെ തന്നെ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ അഭിമുഖം അതുപോലെ തീയതി സമയമൊക്കെ അറിയിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ വിശദമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.